വിദേശ മന്ത്രാലയത്തിൻ്റെതായി പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നു. പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, അത് വെറുമൊരു ട്രാവൽ ഡോക്യുമെൻ്റ് ആണ്, യാത്രാരേഖ മാത്രമാണ് എന്നതാണത്. തീർച്ചയായും ഇന്ത്യക്കാർക്ക് വിദേശങ്ങളിൽ പോകാനുള്ള ഒരു യാത്രാരേഖ തന്നെയാണ് പാസ്പോർട്ട്, അത് സമ്മതിക്കുന്നു. സാങ്കേതികമായും നിയമപരമായും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ പാസ്പോർട്ട് ഇന്ത്യയിൽ നൽകുന്നത് ആർക്കാണ്? യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്നാൽ പാസ്പോർട്ട് നൽകുമോ? ഇല്ല. പൗരന്മാർക്ക് മാത്രമാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യാനായി ലഭ്യമാക്കുന്നത്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെങ്കിൽ പിന്നെ എന്താണ് പൗരത്വ രേഖ എന്ന ചോദ്യത്തിന് ജനന സർട്ടിഫിക്കറ്റ് ആണത്രേ, അല്ലെങ്കിൽ പൗരത്വ സർട്ടിഫിക്കറ്റ്. ഇതിൽ ജനന സർട്ടിഫിക്കറ്റ് 1969 നിയമമുണ്ടാക്കി 1970 ഏപ്രിൽ 1-ാം തീയതി മുതൽ സാർവത്രികമായും നിർബന്ധമായും പ്രാബല്യത്തിൽ വന്നതാണ് ജനന മരണ രജിസ്ട്രേഷൻ ആക്ട്. അന്ന് മുതൽക്ക്, അതായത് 1970 മുതൽക്ക് ഇങ്ങോട്ടുള്ളവർക്ക് മാത്രമാണ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. പിന്നെ പൗരത്വ സർട്ടിഫിക്കറ്റ് എന്നാൽ ഇന്ത്യയിൽ വിദേശികൾ ഇന്ത്യയിൽ വന്ന് പൗരത്വം സ്വീകരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് പൗരത്വ സർട്ടിഫിക്കറ്റ്. അതല്ലാതെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോരുത്തർക്കും നൽകപ്പെടുന്ന ഒരു രേഖയല്ല പൗരത്വ സർട്ടിഫിക്കറ്റ്. അപ്പോൾ പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെങ്കിൽ പൗരത്വത്തിന് നിദാനമായ ഒരു രേഖ ജനന സർട്ടിഫിക്കറ്റ് ആണത്രേ. അങ്ങനെ വരുമ്പോൾ 70 മുമ്പ് ജനിച്ച കോടാനുകോടി ജനങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലാതായി പോകും, അവർക്ക് രേഖകൾ ഇല്ലാതായി പോകും. പാസ്പോർട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഡിക്ഷണറി പ്രകാരം ഒരാളുടെ നാഷണാലിറ്റിയും ഐഡന്റിറ്റിയും തെളിയിക്കാനുള്ള രേഖ എന്നാണ്. ആ അർത്ഥത്തിൽ പാസ്പോർട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ദേശീയത, നാഷണാലിറ്റി കൂടി അതിൽ തെളിയിക്കപ്പെടുന്നുണ്ട്. ഒരാൾക്ക് പാസ്പോർട്ട് ലഭിക്കാൻ അയാൾ സമർപ്പിക്കുന്ന രേഖകളിൽ ജനന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID, ഇത് എല്ലാത്തിനും പുറമെ പോലീസിന്റെ സമഗ്രമായ ഒരു അന്വേഷണവും അവരുടെ സർട്ടിഫിക്കറ്റും. ഇത് കൂടാതെ അയാൾ ഒരു ജോലിക്കാരാണ്, ആ ജോലി സ്ഥലത്തുള്ള മറ്റ് സാക്ഷ്യപത്രങ്ങൾ, ഇതെല്ലാം ചേർന്ന് സമർപ്പിച്ച് കിട്ടുന്ന ഒരു രേഖയാണ് പാസ്പോർട്ട്. ഈ പാസ്പോർട്ട് പൗരത്വ രേഖ അല്ലെങ്കിൽ കേവലം ഒരു ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് രേഖയാവുക? ഈ പാസ്പോർട്ട് നൽകുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് എന്നാണ് വിവക്ഷ. ഇന്ത്യയുടെ പ്രസിഡന്റ് ഓരോ പൗരന്മാർക്കും നൽകുന്ന ഒരു സാക്ഷ്യപത്രമായിട്ടാണ് പാസ്പോർട്ട് കരുതപ്പെടുന്നത്. ആ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രം പൗരത്വ രേഖയല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറോ പഞ്ചായത്തിലെ സെക്രട്ടറിയോ നൽകുന്ന, അല്ലെങ്കിൽ ആസ്പത്രിയിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ നൽകുന്ന ഒരു രേഖയാണോ പൗരത്വത്തിനുള്ള ആധികാരിക രേഖ? പൗരത്വവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ഒരു അറുതിയുമില്ലാത്ത രീതിയിൽ ആരംഭിച്ചിട്ട് കാലമേറെയായി. NRC, മറ്റ് പൗരത്വ രേഖാ പരിശോധനകൾ, ഇതെല്ലാം ഇതോടനുബന്ധിച്ച് കാണാൻ നിർബന്ധിതരാണ്. കാരണം അത്ര നിർദോഷമായ, അത്ര നിഷ്കളങ്കമായ, കേവലം നിയമവാഴ്ചയിൽ താല്പര്യമുള്ളത് കൊണ്ട് മാത്രം പറയുന്ന ഒരു വാക്കായി പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് പറയുന്നതിനെ കാണാനാവില്ല. കാരണം രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ പ്രത്യേകിച്ചും പാസ്പോർട്ട് പൗരന്മാർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു യാത്രാരേഖയാണ്. അത് വിമാന ടിക്കറ്റ് പോലെയോ ട്രെയിൻ ടിക്കറ്റ് പോലെയോ യാത്ര കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുന്നതല്ല. മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ പാസ്പോർട്ടും ടിക്കറ്റും ഉപയോഗിച്ച് വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ ടിക്കറ്റിന്റെ പ്രസക്തി ആ യാത്രയോടുകൂടി അവസാനിക്കും. പാസ്പോർട്ട് അവൻ അവിടെ നിൽക്കുന്ന കാലത്തോളം അവന്റെ നാഷണാലിറ്റിയും ഐഡന്റിറ്റിയും തെളിയിക്കാനുള്ള അടിസ്ഥാന രേഖയായിട്ടാണ് അവൻ സൂക്ഷിക്കുന്നത്. അവനും മറ്റു രാജ്യക്കാരും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നിട്ടും അത് ഇന്ത്യയിലെ പൗരത്വത്തിന് മതിയായ രേഖയല്ല അത്രേ. അതേ സമയത്ത് ഒരു ജനന സർട്ടിഫിക്കറ്റ് രേഖയാവുന്നു പോലും. അനേകം രേഖകൾ ചേർന്ന ഒരു ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് എന്നിരിക്കെ ജനനത്തീയതി കേവലം ഒരു രേഖ മാത്രമാണ്. അതിനുള്ള പ്രസക്തി ഇതിനില്ലെന്ന്. നിയമങ്ങൾ ഏത് തരത്തിലും നിർമ്മിക്കാം, ഏത് തരത്തിലും വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ നിയതമായ ഒരു വ്യവസ്ഥ വേണ്ടേ ഒരു രാജ്യത്തിന്? ആ രാഷ്ട്രത്തിലെ പൗരത്വ നിയമങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരാളുടെ പൗരത്വം ആർക്കും ചോദ്യം ചെയ്യാനാവാത്തതാണ്.
പൗരത്വ സംബന്ധമായ രേഖകൾക്ക് മാറ്റിമറിച്ചിലുകൾ ഉണ്ടാകാം, അതിൽ കൃത്രിമങ്ങൾ കാണിച്ചെന്ന് വരാം. അങ്ങനെ ഒരു നിയമപ്രശ്നമായോ ഒരു വ്യവഹാരമോ ആയി പാസ്പോർട്ട് ഒരു തർക്ക വിഷയമായി വരുമ്പോൾ അന്തിമമായ രേഖയായി പാസ്പോർട്ടിനെ പൗരത്വത്തിന് കണക്കാക്കാനാവില്ലെങ്കിലും പ്രീമാ ഫേഷി ആയിട്ട് പ്രഥമ ദൃഷ്ട്യ പ്രാഥമിക രേഖയായി പാസ്പോർട്ട് തന്നെയാണ് മുന്നിൽ വെക്കാൻ കഴിയുക. അതേസമയത്ത് ഒരുത്തന്റെ പൗരത്വം തർക്ക വിഷയമാണെങ്കിൽ അതിന്റെ അന്തിമ രേഖയായി പാസ്പോർട്ട് സ്വീകരിക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. പാസ്പോർട്ടിൽ പല കൃത്രിമങ്ങളും കാണിക്കാവുന്നതാണ്, എല്ലാ രേഖകളിലും കൃത്രിമം കാണിക്കാവുന്നതാണ്. ആ നിരക്ക് കേവലം ഒരു പാസ്പോർട്ടിന്റെ ബലത്തിൽ ഒരാളുടെ പൗരത്വം നിശ്ചയിക്കാനാവില്ല എന്നുള്ളത് വസ്തുതയാണ്. അതേസമയത്ത് പാസ്പോർട്ടുകൾ ഇന്ന് നൽകപ്പെടുന്നതും പാസ്പോർട്ടുകൾ ഹോൾഡ് ചെയ്യുന്നതും ഓരോരുത്തരും പൗരന്മാരാണെന്നുള്ളതാണ് വസ്തുത. ഒരു ജനവിഭാഗത്തിന് മറ്റൊരു ജനവിഭാഗത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനോ അവരുടെ ദേശീയത ചോദ്യം ചെയ്യാനോ ദേശസ്നേഹം ചോദ്യം ചെയ്യാനോ പൗരത്വം ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു ഉപാധിയാക്കി പാസ്പോർട്ടിന്റെ ഈ കേവല ട്രാവൽ ഡോക്യുമെന്റ് എന്നുള്ള പ്രഖ്യാപനം ആയിക്കൂടാത്തതാണ്. ആധാർ സ്വീകാര്യമല്ല, റേഷൻ കാർഡ് സ്വീകാര്യമല്ല, ജനനത്തീയതി സ്വീകാര്യമല്ല, പാസ്പോർട്ടും സ്വീകാര്യമല്ല. ഇതൊന്നും സ്വീകാര്യമല്ലാതെ പൗരത്വം നഷ്ടപ്പെട്ട, വോട്ടർ പട്ടികയിൽ പേര് നഷ്ടപ്പെട്ട എത്രയോ പേരുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിൽ ഈ പുതിയ പ്രഖ്യാപനം, അതായത് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നുള്ള പ്രഖ്യാപനത്തിന് പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നുണ്ട് എന്ന് കാണണം. രാജ്യത്തെ ഓരോ പൗരന്മാരും ഓരോ തെരുവിൽ നടക്കുന്ന ആളുകളും മറ്റൊരാളോട് തൻ്റെ പാസ്പോർട്ട് എവിടെ, തൻ്റെ ദേശീയത എന്താണ്, തൻ്റെ പൗരത്വം എന്താണ് എന്ന് ചോദിക്കാനാവുമോ? രാജ്യത്തിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർക്ക് തന്നെ പൗരത്വത്തിന്റെ രേഖകൾ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിന് വല്ല തെളിവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല. രാജ്യത്ത് നടക്കുന്ന ഓരോരുത്തരും സമന്മാരാണ് എന്നിരിക്കെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് തൻ്റെ പൗരത്വത്തെക്കുറിച്ച് രേഖകൾ ആവശ്യപ്പെടാനുള്ള അവകാശം എന്താണുള്ളത്? അങ്ങനെയും സംഭവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിപ്പോൾ. ചില സംസ്ഥാനങ്ങളിൽ അത് കൂടുതലുമാണ്. അതുകൊണ്ട് പാസ്പോർട്ട് സാങ്കേതികമായി ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് ആയിരിക്കാമെങ്കിലും അത് നിയമപരമായി അതിനാവശ്യമായി സമർപ്പിക്കപ്പെട്ട അടിസ്ഥാന രേഖകളുടെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ടിനോളം പൗരത്വം തെളിയിക്കാൻ ഉപയുക്തമായ മറ്റൊരു രേഖയും ലഭ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ വോട്ടർ പട്ടിക പുതുക്കുമ്പോഴും ഓരോ NRC മറ്റ് പൗരത്വ ഭേദഗതികൾ നടത്തുമ്പോഴും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആശങ്കയിലാകുന്നത് കുറെ കാലമായി രാജ്യത്ത് പതിവായിട്ടുണ്ട്. ഇപ്പോൾ ആ ആശങ്കയിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്ന തരത്തിലുള്ളതാണ് പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള മതിയായ രേഖയല്ല എന്നുള്ള വിദേശ മന്ത്രാലയത്തിൻ്റെ പുതിയ അറിയിപ്പ്. ഏതായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക, ആരൊക്കെയായിരിക്കും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പൗരന്മാർ എന്ന കാര്യം വരാനിരിക്കുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ തെളിയാനിരിക്കുന്നതേ ഉള്ളൂ.